നമസ്കാരം. എക്കണോമിക് ടൈംസ് മലയാളവുമായി ചേർന്ന USB സീരീസ് വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൃദയാരോഗ്യത്തെക്കുറിച്ച് ആഴത്തിലറിയാം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഈ ഒരു വെബിനാറിൽ നമുക്ക് എങ്ങനെയാണ് ഹൃദയാരോഗ്യത്തെ കൂടുതൽ സംരക്ഷിക്കാൻ പറ്റുക എന്നതിനെ കുറിച്ച് വിദഗ്ധരായിട്ട് നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. എൻ്റെ പേര് പ്രിൻസി. ഈ വെബിനാറിന്റെ ഭാഗമാകുന്ന എല്ലാവരെയും കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ 40% മരണം ഇതുമൂലം ഉണ്ടാകുന്നുവെന്നാണ് കണക്കുകൾ. 3 വർഷത്തിനിടെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചവരുടെ എണ്ണത്തിലും വർധനവ് ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വിദഗ്ധർ പറയുന്നത് ഇത് കോവിഡിന്റെ പാർശ്വഫലങ്ങളായിരിക്കാം എന്നാണ്. പക്ഷെ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഈ ഹാർട്ട് അറ്റാക്ക് കേസുകൾ ഏകദേശം 12.5% വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഹൃദയാരോഗ്യത്തെ കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട്. അതേക്കുറിച്ച് സംസാരിക്കാൻ നമ്മുടെ കൂടെ 3 വിദഗ്ധരുണ്ട്. ഡോക്ടർ PP മുസ്തഫ, ചീഫ് കാർഡിയോളജിസ്റ്റ്, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ, മെട്രോമെഡ് ഇന്റർനാഷണൽ കാർഡിയാക് സെന്റർ, കോഴിക്കോട്. ഡോക്ടർ അരുൺ ഗോപി, സീനിയർ കൺസൾട്ടന്റ് ഇന്റർവെൻഷൻ കാർഡിയോളജിസ്റ്റ്, ഇലക്ട്രോഫിസിയോളജിസ്റ്റ്, ഡയറക്ടർ മെട്രോമെഡ് ഇന്റർനാഷണൽ കാർഡിയാക് സെന്റർ, കോഴിക്കോട്. ഡോക്ടർ ഗിരീഷ് PV, സീനിയർ കൺസൾട്ടന്റ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ്, ഡയറക്ടർ ഹാർട്ട് ഫെയിലിയർ, മെട്രോമെഡ് ഇന്റർനാഷണൽ കാർഡിയാക് സെന്റർ, കോഴിക്കോട്. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആഗോള തലത്തിൽ ഈ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വ്യാപിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ചില കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. അമേരിക്കൻ കോളേജ് ഓഫ് കാർഡിയോളജി ജേണലിൽ പ്രസിദ്ധീകരിച്ച, അതായത് 2023 പ്രസിദ്ധീകരിച്ച അവരുടെ ഒരു പഠനത്തിൽ പറയുന്നത് ഓരോ വർഷങ്ങളിലായി ഈ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ മൂലം മരിക്കുന്നവരുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ്. അത് അവർ പറയുന്ന ഒരു ഉദാഹരണം 1990 ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ മൂലം മരിച്ചവരുടെ എണ്ണം 12.4 ദശലക്ഷമായിരുന്നു. എന്നാൽ അത് 2022 എത്തുമ്പോൾ 19.8 എത്തി നിൽക്കുന്നു. അത് വലിയൊരു വർധനമാണ്. അതിന് അവര് ചില പ്രാദേശിക ഘടകങ്ങൾ അല്ലെങ്കിൽ ഭൂപ്രദേശവുമായുള്ള ചില ഘടകങ്ങൾ കൂടി അവരിൽ പറയുന്നു. അതിലവർ പ്രധാനമായും പറയുന്നത് ഈ സെൻട്രൽ ഏഷ്യ, കിഴക്കൻ യൂറോപ്പ്, അതുപോലെ വടക്കൻ ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ്, ഇവിടങ്ങളിലെല്ലാം തന്നെയുള്ള 1,00,000-ലധികം ആളുകളെ എടുത്തു നോക്കുമ്പോൾ ഈ പ്രായം കൂടുതലുള്ള ആളുകൾ കൂടുതലായി മരിച്ചിരിക്കുന്നത് ഈ ഹൃദ്രോഗം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ രാജ്യങ്ങളിലെ ഭക്ഷണത്തിലെ ചില അപകടങ്ങളും ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഒപ്പം തന്നെ അവർ വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഈ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കൂടുമ്പോൾ ജനങ്ങൾ അതിനെക്കുറിച്ച് അറിയേണ്ടതിന്റെ ആവശ്യകത കൂടി അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടതുണ്ട്. അത് 27% മരണങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നത് ഈ ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നതുകൊണ്ട് തന്നെ അതിന്റെ പ്രസക്തി ഏറുകയാണ്. അതോടൊപ്പം തന്നെ ഈ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ ഒരു റിപ്പോർട്ട് പ്രകാരം ഈ കേസിന്റെ ഒരു വർധനമുണ്ടല്ലോ, 12.5%. ഈ ഒരു വർധനവ് നമുക്ക് വളരെ ഭീതിയോടെ നോക്കിക്കാണേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ നമുക്ക് കൂടുതൽ സംസാരിക്കാം. ഡോക്ടർ മുഹമ്മദ് മുസ്തഫയിലേക്കാണ്. ഡോക്ടർ, ഇപ്പോൾ ഇന്ത്യയിൽ ഹൃദ്രോഗത്തിന്റെ വ്യാപനം കൂടുന്ന ഒരു സമയമാണ്. എന്തൊക്കെയാണ് ഈ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ? അവയുടെ ഒരു പ്രാഥമിക കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഡോക്ടർ പറയുന്നത്? ഓക്കെ, താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഇന്ന് ലോകം തന്നെ ഏറ്റവും മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഹൃദ്രോഗം തന്നെയാണ്. മരണകാരണങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതും ഹൃദ്രോഗം തന്നെയാണ്. ആക്ച്വലി കോവിഡിന്റെ മുമ്പ് തന്നെ മരണകാരണങ്ങളിൽ 1-ാം സ്ഥാനം ഹൃദ്രോഗത്തിനായിരുന്നു. കോവിഡ് വന്നതോടുകൂടി അത് വീണ്ടും കൂടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സെൻട്രൽ ഏഷ്യ, അതേപോലെ ഇപ്പോൾ ഒരു ഡെവലപ്പിംഗ് ആയിട്ടുള്ള രാജ്യങ്ങളിലാണ് ഇതിന്റെ ഇൻസിഡൻസ് വളരെയധികം കൂടി വരുന്നത്. കാരണം നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റം തന്നെയാണ്. പണ്ടുണ്ടായിരുന്ന പോലെയല്ല. ഇപ്പോൾ കുറച്ചൊരു എഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഒരു എക്കണോമിക് ഒരു സിറ്റുവേഷനിലൊക്കെ ഇമ്പ്രൂവ്മെന്റ് വന്നതോട് കൂടിയിട്ട് ജനങ്ങൾ കൂടുതൽ ജീവിതശൈലി രോഗങ്ങളിലേക്ക് അതിന്റെ അടിമപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അതിന് മുഖ്യമായിട്ടുള്ള കാരണങ്ങൾ ഈ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള കുറെ രോഗങ്ങളുണ്ട്. അതാണ് അവസാനം ഹാർട്ട് ഡിസീസിൽ എത്തിക്കുന്നത്. അത് നമ്മൾ വളരെ കോമൺ ആയിട്ട് പറയുന്ന ഈ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, പിന്നെ വ്യായാമമില്ലായ്മ, പിന്നെ സ്ട്രെസ്, ഇതൊക്കെയാണ് വളരെ കോമൺ ആയിട്ട് ഏറ്റവും കൂടുതലായിട്ട് പറയുന്ന കാരണങ്ങൾ. ഈ കാരണങ്ങളൊക്കെ തന്നെ നമ്മുടെ ജീവിതശൈലിയുമായി വളരെ ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ
ഇത്തരം ഇപ്പൊ പ്രമേഹം നമുക്കറിയാം, ഇന്ന് ലോകത്ത് തന്നെ പ്രമേഹ രോഗത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടാണ് ഇന്ത്യ അറിയപ്പെടുന്നത്. അപ്പം അതൊരു ഇമ്പോർട്ടന്റ് കാരണമാണ് നമുക്ക് ലേറ്റർ ഓൺ ഹാർട്ട് ഡിസീസ് വരുന്നതിന്. അപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങൾ കൂടിയതോട് കൂടിയിട്ടാണ് ഈ ഹൃദ്രോഗവും നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഡോക്ടർ. മറ്റൊന്ന് അരുൺ ഗോപി ഡോക്ടറോടാണ്. ഡോക്ടർ, ഇപ്പൊ നമുക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവയെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഡോക്ടർക്ക് തോന്നുന്നത്. അതായത് നമുക്ക് ഇതിന്റെ ലക്ഷണങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇപ്പം പൊതുവേ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൃദ്രോഗം എന്ന് വെച്ചാൽ കൊറോണറി ആർട്ടറി ഡിസീസ്, അല്ലെ ഹൃദയത്തിന്റെ രക്തധമനികളിൽ ഉണ്ടാവുന്ന ബ്ലോക്കാണ്. ഇങ്ങനെ ഇപ്പം ഹൃദയത്തിന്റെ രക്തധമനികളിൽ ബ്ലോക്ക് ഉണ്ടാവുന്നവർക്ക് ദേഹം അനങ്ങിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം നെഞ്ചിലൊരു ഭാരം പോലെ അനുഭവപ്പെടുക, താടിയിലോട്ടൊരു വേദന പോലെ വരിക, ഇടതേ കയ്യിലോട്ടൊരു വേദന പോലെ വ്യാപിക്കുക, കുറച്ചു നേരം നടക്കുമ്പോൾ അത് വരിക, റെസ്റ്റ് എടുക്കുമ്പോൾ ശരിയാവുക, അതിന്റെ കൂടെ വേർക്കുക, തലച്ചുറ്റൽ വരിക, ഇതിനെ നമ്മൾ അഞ്ജൈന എന്ന് പറയും. ഇത് സാധാരണ ഹൃദ്രോഗത്തിന്റെ ആദ്യത്തെ ലക്ഷണമാണ്. ഇത് കഴിഞ്ഞ് ഈ സമയത്ത് രക്തധമനികളിൽ ബ്ലോക്കാണ് ഉണ്ടാവുന്നത്. ആ ബ്ലോക്ക് ഒന്ന് കൊഴുപ്പ് പൊട്ടിക്കഴിയുമ്പോൾ അതും ക്ലോട്ടും കൂടെ ആയിക്കഴിഞ്ഞ് അതൊരു 100% ബ്ലോക്കായി വരുമ്പോഴാണ് ഒരു ഹാർട്ട് അറ്റാക്കിലേക്ക് പോകുന്നത്. ആ സമയത്താണ് പൊതുവെ രോഗിക്ക് സിവിയർ ചെസ്റ്റ് പെയിൻ വരിക, അല്ലെങ്കിൽ കൊളാപ്സ് ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പം ഈ അഞ്ജൈനൽ സിംറ്റംസ് ഉള്ളപ്പോൾ, അതായത് ദേഹം അനങ്ങിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റുട്ടീൻ ആയിട്ടുള്ള ഫിസിക്കൽ എക്സേർഷനിൽ ഒരു ചെസ്റ്റ് ഹെവിനെസ് പോവുക, സിവിയർ പെയിൻ ആവണമെന്നില്ല, മിക്കവർക്കും ആക്ച്വലി അനുഭവപ്പെടുക ഒരു നെഞ്ചിലെ എരിച്ചിൽ പോലാണ്. അതാണ് പലതവണയും ഇത് ഗ്യാസ് ആയിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നത്. മിക്കവരും നമ്മുടെ അടുത്ത് കാഷ്വാലിറ്റി വരും പറയാ ഗ്യാസിന്റെ പ്രശ്നം കാര്യമായിട്ടുണ്ട്, ഗുളിക കഴിച്ചിട്ട് പെട്ടെന്ന് ആശ്വാസമുണ്ട്. പക്ഷെ മിക്ക ഗ്യാസ് എന്ന് പറയുന്ന പ്രശ്നവും കാർഡിയാക് പ്രോബ്ലം ആണ്. ഡോക്ടർ, ഞാൻ ഇടപെടുന്നു. ഇന്ത്യയിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നുണ്ടോ ഹൃദ്രോഗത്തിന്? അതായത് നമ്മളിപ്പോ പാശ്ചാത്യ രാജ്യങ്ങൾ വെച്ച് നോക്കുവാണെങ്കിൽ, ഇപ്പം പാശ്ചാത്യ രാജ്യത്തിൽ കാണുന്നതിനെക്കാട്ടിയും അറ്റ്ലീസ്റ്റ് 10 വർഷം മുമ്പെങ്കിലും ഇന്ത്യയിൽ ഹൃദ്രോഗം കാണപ്പെടുന്നുണ്ട്. നമ്മൾക്ക് അറ്റ്ലീസ്റ്റ് അത് മാത്രമല്ല, ഈവൻ ഹൃദയത്തിന്റെ ബ്ലോക്ക് മാത്രമല്ല, ഹാർട്ടിന്റെ പേശികളുടെ വീക്ക്നെസ്സും എല്ലാം ആക്ച്വലി ഒരു 10 years ഏർലിയർ എങ്കിലും വെസ്റ്റേൺ കൺട്രീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ അസുഖങ്ങൾ കാണപ്പെടുന്നുണ്ട്. അതിന്റെ ഒരു കാരണങ്ങളാണ് നേരത്തെ പറഞ്ഞ അമിതമായിട്ടുള്ള നമ്മുടെ അധികം സ്മോക്കിംഗ് ഉള്ള കൂടുക, പിന്നെ പ്രമേഹം വളരെയധികം നമ്മുടെ ഡയബറ്റിക് ക്യാപിറ്റലാണ്, പിന്നെ നമ്മുടെ ഇപ്പോൾ ഉള്ള ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ, ഇതെല്ലാം ഇതിനൊരു കാരണമാണ്. നമുക്ക് പിന്നെ നമ്മൾ ജനറ്റിക്കലി നമ്മൾ പ്രീഡിസ്പോസ്ഡ് ആണ്. നമുക്ക് നമ്മുടെ ജനറ്റിക് പ്രൊഫൈൽ നമ്മളെ ഒരു ഹയർ റിസ്ക് ഇൻഡിവിജ്വലാക്കി ഓൾറെഡി മാറ്റുന്നുണ്ട്. ഓക്കെ ഡോക്ടർ, ഈ ഗ്ലോബൽ വെൻഡർ ഓഫ് ഡിസീസിന്റെ ഒരു റിപ്പോർട്ട് പ്രകാരം അവർ പറയുന്ന ഒരു 15 ഘടകങ്ങളുണ്ട്. അതിൽ അവർ പ്രധാനമായും പറയുന്നത് ചില കാര്യങ്ങൾ ഈ ഹൃദ്രോഗത്തെ സ്വാധീനിക്കും എന്നുള്ളതാണ്. അതായത് ഒന്നാമത് പരിസ്ഥിതി പ്രശ്നങ്ങൾ, അതിൽ ഈ വായു മലിനീകരണം, താപനില, ഉയർന്ന താപനില, താഴ്ന്ന താപനില, അതുപോലെ ശരീരത്തിലെ ചില പ്രവർത്തനങ്ങൾ, രക്തസമ്മർദ്ദം മുതലായവ, അതുപോലെ നമ്മുടെ ചില ശീലങ്ങൾ, പുകവലി, മദ്യപാനം, അതുപോലെ ചില ശാരീരിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇതിനെ ബാധിക്കും എന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഗിരീഷ് പുരി, ഈ ഒരു സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് ഹൃദ്രോഗത്തെ കുറിച്ച് നമുക്ക് പല തെറ്റിദ്ധാരണകളുമുണ്ട് ആളുകൾക്ക്, അത് എന്തൊക്കെയാണ്, എങ്ങനെയാണ്, ഏതൊക്കെ ലക്ഷണങ്ങളാണ് പൊതുവിൽ ആളുകൾ ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട് അവഗണിക്കുന്നത്? നേരത്തെ സൂചിപ്പിച്ച പോലെ ഹൃദ്രോഗ ലക്ഷണങ്ങൾ സാധാരണ ഹാർട്ട് അറ്റാക്കിന്റെ ഘട്ടത്തിൽ സമ്മർദ്ദം, ചെസ്റ്റിന്റെ നടുഭാഗത്തുള്ള ഒരു സമ്മർദ്ദം പുറം ഭാഗത്തേക്ക് കൂടെ വരുന്ന ഒരു ശക്തമായ ഒരു വേദനയാകാം. പക്ഷെ അതിന് മുന്നോടിയായി തന്നെ പലപ്പോഴും വാർണിംഗ് സൈൻസ് ഉണ്ടാവാറുണ്ട്, സൈലന്റ് ആയിട്ടുള്ള ചെറിയ വാർണിംഗ് സൈൻസ്. പലപ്പോഴും ഹൃദ്രോഗമല്ല, ഗ്യാസാണ്. നേരത്തെ ഡോക്ടർ ഗോപി മെൻഷൻ ചെയ്ത പോലെ തന്നെ ഗ്യാസാണ് തെറ്റിദ്ധരിച്ച് പോകുന്ന കുറെ നിമിഷങ്ങൾ, അവിടെയൊക്കെ ഹൃദ്രോഗം നിർണ്ണയിക്കാനുള്ള പല അവസരങ്ങളും നഷ്ടപ്പെട്ടു പോകാറുണ്ട്. പലപ്പോഴും സിമ്പിൾ ടെസ്റ്റ് ECG ഒന്നും എടുക്കാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇതിന്റെ ഒരു മുഖ്യ കാരണം എന്ന് വെച്ചാൽ ഹൃദ്രോഗത്തിന്റെ മറ്റ് നമ്മുടെ ദശ പോലെ, തൊള്ളി പോലെ തന്നെ തൊട്ടാൽ അറിയുന്ന പോലത്തെ ഒരു സ്പർശത്തിലൂടെ അല്ല അതിന്റെ വേദന റിഫ്ലക്ട് ചെയ്യുന്നത്. ഇത് ഉള്ളിലുള്ള ഞരമ്പുകൾ വഴി അത് റേഡിയേറ്റ് ചെയ്ത് ഹൃദ്രോഗവുമായി ബന്ധമില്ലാത്ത, അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ലൊക്കേഷനുമായി ബന്ധമില്ലാത്ത ഒരു സ്ഥലത്ത് പോലും വേദനയായിട്ട് വരാം. പ്രത്യേകിച്ച് താടിയെല്ലിന്റെ വേദന വരിക, അല്ലെങ്കിൽ കഴുത്തിന്റെ ബാക്കിൽ മാത്രമായിട്ട് ഒരു വേദന വരിക, ഒരു കയ്യിലേക്ക് വ്യാപിക്കുന്ന ഒരു വേദന, പെട്ടെന്ന് ഒരു കാരണമില്ലാതെ അമിതമായിട്ടുള്ള സ്വെറ്റിംഗ് സംഭവിക്കുക, എന്നീ കാരണങ്ങൾ കൊണ്ടുവരുന്നതും ഹൃദ്രോഗമല്ല എന്ന് തെറ്റിദ്ധരിച്ച് പലരും സമയം കളയാറുണ്ട്. പലപ്പോഴും പ്രധാനമായ നിമിഷത്ത് ഇത് ഹൃദ്രോഗമല്ല എന്ന് തെറ്റിദ്ധരിച്ച് പോകുന്നത് ആ ഒരു കാരണം കൊണ്ടാണ്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ബ്ലഡ് പ്രഷർ, നമ്മുടെ രക്തസമ്മർദ്ദം, അതിൽ പെട്ടെന്ന് ക്രമാതീതമായ വർധനവ് വരും. ഒരു കാരണവുമില്ലാതെ വർധനവ് വരുമ്പോഴും ഒരു പ്രായം കഴിഞ്ഞ് വരുമ്പോൾ നമ്മളൊരു ഹൃദ്രോഗ ലക്ഷണത്തിന്റെ തുടക്കം ആണോ, അല്ലെങ്കിൽ ബോഡിയിൽ ഒരു വ്യതിചലനം വരുന്നുണ്ടോ എന്ന് നോക്കേണ്ടതാണ്. അതുപോലെ ഷുഗറിലെ ഫ്ലക്ച്വേഷൻസ് വല്ലാതെ വരുമ്പോൾ ഈ ഒരു ഘട്ടങ്ങളിലൊക്കെ ബോഡിയിൽ വരുന്ന ചില മാറ്റങ്ങൾ,
പ്രത്യേകിച്ച് ഇത് കോവിഡ് കാലത്ത് ഇത് വളരെ പ്രസക്തമായിരുന്നു. പലരും സ്റ്റേബിളായി നടന്നിരുന്ന ഹൃദ്രോഗികൾ പോലും ഇത്തരം ഫ്ലക്ച്വേഷൻസ് മുഖാന്തരമാണ് മറ്റൊരു ഘട്ടത്തിലേക്ക് അവർ എത്തിപ്പെടാറ്. നേരത്തെ ഡോക്ടർ അരുൺ ഗോപി സൂചിപ്പിച്ച മാതിരി അഞ്ജന എന്ന് പറയുന്ന ആദ്യ ഘട്ടത്തിൽ നിന്ന് പോയി ഒരു ക്ലോട്ട് വന്ന ഒരു അറ്റാക്കിൽ വരെ എത്താനായിട്ട് പലപ്പോഴും കുറെ വർഷങ്ങൾ എടുക്കുക അല്ലെങ്കിൽ മാസങ്ങൾ എടുക്കുന്ന ഒരു പ്രക്രിയയാണ്. ആ ഘട്ടങ്ങളിലൊക്കെ ഹൃദ്രോഗ പ്രതിരോധത്തിൽ ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ പ്രാഥമിക ലക്ഷണങ്ങളിൽ തന്നെ ടെസ്റ്റുകൾ മുഖാന്തരം ഒരളവ് വരെ ഇതിനെയൊക്കെ ചെറുത്ത് നിർത്താൻ നമുക്ക് സാധിക്കുന്നതാണ്. നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സ് ടെസ്റ്റ് ചെയ്യുക, ബ്ലഡിലെ കൊളസ്ട്രോളിന്റെ അളവ്, ഷുഗറിന്റെ അളവ് എല്ലാം കൃത്യമായിട്ട് നിർണ്ണയിക്കുകയാണെങ്കിൽ തന്നെ നേരത്തെ നമ്മുടെ റിസ്ക് അറിയുകയും അതുമൂലം വരാവുന്ന വിപത്തുകളെ നേരത്തെ തന്നെ തടയാൻ സാധിക്കുകയായിരിക്കും. നേരത്തെ ഗ്ലോബൽ ബർഡൻ ഓഫ് ഡിസീസിൽ സൂചിപ്പിച്ച പോലെ എൻവയോൺമെന്റൽ പൊല്യൂഷന്റെ ഒരു റോളും ചെറിയ തോതിൽ ഇപ്പോൾ കൂടി വരുന്നുണ്ട്. നമ്മുടെ സ്മോക്കിംഗ്, പാസീവ് സ്മോക്കിംഗ്, ഇതിന്റെ എഫക്ട്, ഇതും നമ്മുടെ ബോഡിയിൽ വരുന്ന മാറ്റങ്ങൾ, ബ്ലഡ് ക്ലോട്ടിംഗ് പ്രക്രിയ അധികരിക്കുന്ന ഇപ്പോൾ പ്രത്യേകിച്ച് ഈ പോസ്റ്റ് കോവിഡ് കാലഘട്ടങ്ങളിൽ ഇത് കൂടെ ചേരുമ്പോൾ ഒരു പോസ്റ്റ് കോവിഡ് കാലത്തുള്ള ആ ക്ലോട്ടിംഗ് പ്രക്രിയ വർധനവ് കൂടെ ഒരു യങ് ചെറുപ്പക്കാരിലൊക്കെ ഒരു രോഗവർധനവിന് ഒരു കാരണമായേക്കാം. ഡോക്ടർ മുഹമ്മദ് മുസ്തഫ, ഇപ്പോൾ ഹൃദ്രോഗങ്ങൾ സംഭവിക്കുമ്പോൾ ഇതിനെങ്ങനെ നമുക്ക് തടയാൻ പറ്റും? അതോടൊപ്പം തന്നെ ചില ടെസ്റ്റുകളുണ്ട്, അത് എത്തരത്തിലാണ് ഹൃദ്രോഗം കണ്ടുപിടിക്കാൻ സഹായിക്കുന്നത് എന്നൊന്ന് പറയാം. അതെ അതെ, ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ഹൃദ്രോഗത്തിന് കൃത്യമായ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. മറ്റ് രോഗങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു ജീവിതശൈലി രോഗമാണ്. അപ്പോൾ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെ നല്ല രീതിയിൽ തടയിട്ടാൽ നമുക്ക് ഹൃദ്രോഗവും പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതാണ് അതിനുള്ള ഏറ്റവും സിമ്പിൾ ഫോർമുല. പിന്നെ അപ്പൊ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ബ്ലഡ് പ്രഷറാണ്. അപ്പൊ നല്ല ബ്ലഡ് പ്രഷർ ഉള്ളവരാണെങ്കിൽ അതിനെ റെഗുലറായിട്ട് ചെക്ക് ചെയ്ത് മരുന്ന് കഴിച്ച് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രമേഹം എപ്പോഴും നല്ല രീതിയിൽ കൺട്രോളായി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് അതുകൊണ്ട് ഹാർട്ടിന്റെ അസുഖം വരുന്നതിനുള്ള സാധ്യത നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതേപോലെ കൊളസ്ട്രോൾ നമ്മൾ മരുന്ന് കഴിക്കുക അല്ലെങ്കിൽ മറ്റ് ഭക്ഷണ രീതിയിലൂടെ ക്രമീകരണത്തിൽ കൂടി നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ സ്മോക്കിംഗ്, അത് നമ്മൾ 100% ക്വിറ്റ് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് അതുകൊണ്ടുള്ള ഹാർട്ട് ഡിസീസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ജീവിതശൈലിയിൽ ഒരു വ്യായാമം റെഗുലർ ആക്കുക എന്നുള്ളത്, അറ്റ്ലീസ്റ്റ് ഞങ്ങൾ പറയുക ഒരു ഹാഫ് ആൻ അവർ ഒരു എറോബിക് എക്സസൈസ് എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് 5 days in a week എന്നാണ് പറയാം. നമ്മൾ വളരെ വിഗ്രസ് ആയിട്ടുള്ള ഒരുപാട് എക്സസൈസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂർ നടത്തുമെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഒരു ശീലമാക്കി മാറ്റുകയാണെങ്കിൽ നമുക്ക് അതിന് നല്ലൊരു പങ്ക് നമുക്ക് തടയിടാൻ പറ്റും. ഇതൊക്കെയാണ് ഒരു ജീവിത ശൈലിയിൽ നമ്മൾ വരുത്തുന്ന മാറ്റത്തോടു കൂടി, അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ വന്നാൽ അതിനെ കൺട്രോൾ ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് ഹൃദ്രോഗത്തെ തടയിടുവാൻ കഴിയും. ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ് ഫോർമുല. ആക്ച്വലി രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് രോഗപ്രതിരോധമാണല്ലോ. ഡോക്ടർ അരുൺ ഗോപി, ഈ ഹൃദയാരോഗ്യം നിലനിർത്താൻ നേരത്തെ നടത്തിയിട്ടുള്ള ഇടപെടലിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പം നമ്മൾ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ്, നമ്മുടെ ഓൺ ഇൻഡിവിജ്വൽ റിസ്ക് ഫാക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുക. അതേപോലെ ലക്ഷണങ്ങൾ വരുമ്പോൾ ആദ്യം തന്നെ ഒരു ഡോക്ടറിനെ സമീപിച്ച് ഹൃദ്രോഗം നിർണ്ണയിക്കുക. എന്നിട്ട് അതിന് ട്രീറ്റ്മെന്റ് നേരത്തെ തന്നെ എടുക്കുക. നമ്മൾ ഹാർട്ട് അറ്റാക്കിനെ പറ്റി പറയുമ്പം ടൈം ഇസ് മസിൽ എന്ന് പറഞ്ഞത്, എത്രയും പെട്ടെന്ന് ഹൃദ്രോഗത്തിന് ചികിത്സ ലഭിക്കാൻ പറ്റുമോ അത്രയും ഹാർട്ടിന് പെർമനന്റ് ഡാമേജ് ഉണ്ടാവാതെ രക്ഷപ്പെടുത്താൻ പറ്റും. ഇപ്പം രക്തധമനിയിൽ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ മിനിറ്റ് പോകുന്നതനുസരിച്ച് പേശികൾക്ക് പെർമനന്റ് ഡാമേജ് ആവുക ചെയ്യും. അപ്പം ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന രോഗിക്ക് എത്രയും പെട്ടെന്ന് ഒരു കാർഡിയാക് സെന്ററിൽ എത്തി എത്രയും പെട്ടെന്ന് ആ ബ്ലോക്ക് ആയിരിക്കുന്ന രക്തക്കുഴലിനെ നമുക്ക് ആ ബ്ലോക്ക് മാറ്റി രക്തോട്ടം പുനഃസ്ഥാപിക്കാൻ പറ്റുകയാണെങ്കിൽ ഹാർട്ട് മസിലിനെ പെർമനന്റ് ഡാമേജ് ഇല്ലാതെ തന്നെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ ഹാർട്ട് ഫെയിലിയറും അതിൻ്റെതായിട്ടുള്ള ഹാർട്ട് അറ്റാക്കിന്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ നല്ല ശതമാനം കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതിന് നമുക്ക് മരുന്നുകളായിട്ടുള്ള ചികിത്സകളുണ്ട്, പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന ആൾക്ക് അപ്പം ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ വിത്തിൻ ഒരു 30 minutes മരുന്ന് കൊടുക്കുക, അല്ലെങ്കിൽ വിത്തിൻ 90 minutes നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ആ ബ്ലോക്ക് ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് സ്റ്റാൻഡേർഡ് ഓഫ് കെയർ. ഇപ്പം WHO പറയുന്ന അനുസരിച്ച് അതാണ് ഇപ്പോൾ ഉള്ള സ്റ്റാൻഡേർഡ് ഓഫ് കെയർ. അതാണ് നമ്മൾ എല്ലാവരും ഹോസ്പിറ്റലിൽ അച്ചീവ് ചെയ്യാൻ നോക്കുന്ന ടാർഗറ്റ്സ്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അമേരിക്കൻ റെഡ് ക്രോസിന്റെ അഭിപ്രായത്തിൽ ഈ പെട്ടെന്നുള്ള ഹൃദ്രോഗങ്ങൾ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഇതൊക്കെ വരുന്നൊരു സമയത്ത് മറ്റൊരു വ്യക്തി അവർക്ക് പെട്ടെന്ന് CPR ഒക്കെ നൽകുകയാണെങ്കിൽ അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള സാധ്യത അധികമാണ്. എന്നാൽ മറ്റൊരു സഹായവും ലഭിച്ചില്ലെങ്കിൽ അത് കുറവാണ് എന്നാണ് അവരുടെ റിപ്പോർട്ടുകൾ വ്യക്തമാകുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഡോക്ടർ ഗിരീഷ് പി വി, ഈ ഹൃദയാഘാതം, ഹൃദയസ്തംഭം ഇതൊക്കെ നമ്മൾ കേൾക്കുന്ന വാക്കുകളാണ്. പക്ഷെ എന്താണ് ആക്ച്വലി ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നല്ല ചോദ്യമാണ്. ഹൃദ്രോഗത്തിന് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ എല്ലാവരും അറിയുന്നത് ഹൃദയാഘാതം, ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച് മാത്രമാണ്. അതുപോലെ തന്നെ വളരെ
പ്രാധാന്യമുള്ളതും ഹാർട്ട് അറ്റാക്ക് മുഖാന്തരം മാത്രമല്ലാത്ത മറ്റു കാരണങ്ങൾ കൊണ്ടും കൂടെ സംഭവിക്കുന്ന ഒരു വിപത്താണ് ഹൃദയ സ്തംഭനം, അതായത് കാർഡിയക് അറസ്റ്റ്. കാർഡിയക് അറസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു മുഖ്യ കാരണം കൊറോണറി ആർട്ടറിയിലെ രക്തക്കുഴലിലെ ബ്ലോക്ക് തന്നെയാണെങ്കിലും മറ്റു പല കാരണങ്ങൾ, താളപ്പെശകുകൾ കൊണ്ടുള്ള പല കാരണങ്ങൾ, വ്യായാമം ചെയ്യുന്നതിന്റെ ഇടയിലുള്ള ചില ഋതം വ്യത്യാസങ്ങൾ വരുന്നതുകൊണ്ട് ഉണ്ടാവുന്ന അറിത്മിയാസ് മുഖാന്തരമുള്ള PTVF എന്ന് പറയുന്ന ചില അറിത്മിയകൾ മൂലം സംഭവിക്കുന്ന ഹൃദയസ്തംഭനം എന്നുള്ള അവസ്ഥ കാർഡിയക് അറസ്റ്റും സംഭവിക്കാം. ഇതിനൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് അങ്ങനെ പറ്റുന്ന ഒരു രോഗിയിൽ ഒരു ഹൃദയാഘാതം മൂലമോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ട് നടക്കുന്ന രോഗികളിലോ ലൈഫ് സേവിംഗ് ആയിട്ടുള്ള പ്രക്രിയ, പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ എത്തുന്നവരെയുള്ള പീരീഡിലും ബൈസ്റ്റാൻഡർ CPR അല്ലെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാരുടെ സഹായത്തോടു കൂടിയുള്ള CPR മസാജ് തന്നെയാണ്. ആ വിലപ്പെട്ട 3-4 മിനിറ്റുകളിൽ ചെയ്യുന്ന ശക്തമായ മസാജും ആ പ്രക്രിയയും അതിന്റെ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ട്രെയിനിങ് എടുത്തിട്ടുള്ള ആൾക്കാരുടെ സാമീപ്യം ഉണ്ടെങ്കിൽ പലപ്പോഴും അത് വളരെ ഹെൽപ്ഫുൾ ആവും. പല മോളുകളിലും മറ്റും ഇപ്പോൾ ഡീഫിബ്രിലേറ്റർ പാഡുകളൊക്കെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു ഈ ഒരു ഘട്ടത്തെ തരണം ചെയ്യാനും ഒരു മെഡിക്കൽ ഹെൽപ്പ് വരുന്ന ആ ടൈം നമുക്കൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയും കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഹൃദയസ്തംഭനം പലപ്പോഴും ഒരു ഹൃദയാഘാതം മൂലമാകാം, പക്ഷെ മറ്റു കാരണങ്ങൾ കൊണ്ടും സംഭവിക്കാം. പ്രത്യേകിച്ച് നിങ്ങൾ സ്പോർട്സിലൊക്കെ കണ്ടിട്ടുള്ള ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്ന് പറയുന്ന ഒരു ജനിതകമായ ചില കണ്ടീഷൻസ് മുഖാന്തരം സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ്. അവിടെയും ഈ ഇത്തരത്തിലുള്ള എമർജൻസി ട്രീറ്റ്മെന്റ്, CPR, ഷോക്ക് കൊടുക്കൽ എന്നീ എമർജൻസി ട്രീറ്റ്മെന്റുകളാണ് പലപ്പോഴും ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്നത്. ഡോക്ടർ മുഹമ്മദ് മുസ്തഫ, ഈ CPRന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. ഇതെങ്ങനെയാണ് ശരിയായി ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊന്ന് വ്യക്തമാക്കാം. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച്. അതെ, അതിന് മുമ്പായിട്ട് ആദ്യം നമ്മൾ ഈ ഹാർട്ട് അറ്റാക്കും കാർഡിയക് അറസ്റ്റും സാധാരണ ജനങ്ങൾക്ക് ഇതിൽ കുറെ കൺഫ്യൂഷൻ ഉണ്ട്. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഹാർട്ടിനകത്തുള്ള ഹാർട്ടിന്റെ പുറത്തുകൂടെ പോകുന്ന രക്തക്കുഴലിൽ ബ്ലോക്ക് പെട്ടെന്ന് അടഞ്ഞ് നമ്മുടെ ഹാർട്ടിന്റെ ചില പേശികൾക്ക് ഒരു ഭാഗത്തേക്ക്, ഏത് ഭാഗത്തേക്കുള്ള സപ്ലൈ ആണോ ആ സപ്ലൈ കട്ടാകുന്നത് മൂലമുണ്ടാകുന്ന ആ ഒരു സംഭവ വികാസത്തിനാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ഈ എല്ലാ ഹാർട്ട് അറ്റാക്ക് പേഷ്യന്റിനും കാർഡിയക് അറസ്റ്റ് വന്നോളണമെന്നില്ല. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുമ്പോൾ ഹാർട്ടിന്റെ അകത്തൊരു സംഭവം, ഈ പെട്ടെന്ന് രക്തം കട്ട പിടിച്ചു, ഹാർട്ടിന്റെ ഒരു ഭാഗത്തിന് ഡാമേജ് സംഭവിച്ചു എന്ന് മാത്രമാണ്. ഒരുപാട് ഹാർട്ട് അറ്റാക്ക് പേഷ്യൻസിനെ നമുക്ക് റിവൈവ് ചെയ്യാൻ പറ്റും. എല്ലാ ഹാർട്ട് അറ്റാക്ക് പേഷ്യൻസിനും മരണം സംഭവിക്കുന്നില്ല. ചിലപ്പോൾ 10-15% ആളുകൾക്ക് മാത്രമാണ് സഡൻ കാർഡിയക് അറസ്റ്റ് വന്ന് മരണം സംഭവിക്കുന്നത്. ഈ ഹാർട്ട് അറ്റാക്ക് സംഭവിച്ച പേഷ്യൻസ് എത്രയും പെട്ടെന്ന്, നേരത്തെ ഡോക്ടർ അരുൺ ഗോപി പറഞ്ഞ പോലെ മിനിറ്റ് മീൻ മസിലാണ്. 1 മിനിറ്റ് നമ്മൾ പാഴാക്കി കഴിഞ്ഞാൽ 1 മസിലെങ്കിലും നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ സമയം പാഴാക്കാതെ ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണം കണ്ട രോഗിയെ എത്രയും പെട്ടെന്ന് അതിനൊരു പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് പേഷ്യന്റിനെ ഹാർട്ട് അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും. അതാണ് ഹാർട്ട് അറ്റാക്ക്. കാർഡിയക് അറസ്റ്റ് എന്ന് പറയുന്നത് ഈ ഹാർട്ട് അറ്റാക്കിന്റെ കൂടെയാണ് ഇത് കൂടുതൽ വരുന്നത് കൊണ്ട് എല്ലാവർക്കും ഈ ഒരു കൺഫ്യൂഷൻ വരുന്നത്. കാർഡിയക് അറസ്റ്റ് എന്ന് വെച്ചാൽ ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചിട്ടോ അതല്ലെങ്കിൽ അല്ലാത്ത കാരണം, ഡോക്ടർ ഗിരീഷ് പറഞ്ഞ പോലെ അല്ലാത്ത കാരണങ്ങളെ കൊണ്ടോ പെട്ടെന്ന് ഹാർട്ട് നിന്നു പോവുക എന്നുള്ളതാണ്. ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചാലും ഹാർട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നിടത്തോളം സമയം ആൾക്ക് മരണം സംഭവിക്കുന്നില്ല. നേരെ മറിച്ച് ഹാർട്ട് അറ്റാക്ക് സംഭവിച്ച് പെട്ടെന്ന് ഹാർട്ട് നിന്ന് പോകുന്ന അവസ്ഥ, അറസ്റ്റ് ആയി പോവാണ്, ഹാർട്ട് പിന്നെ പമ്പ് ചെയ്യുന്നില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് നമുക്ക് ഈ CPRന്റെ റോള് വരുന്നത്. അതുകൊണ്ടാണ് ഇത് പബ്ലിക്കിനും CPR അറിഞ്ഞിരിക്കേണ്ട ആവശ്യം. ഞങ്ങളൊരു കാർഡിയോളജി ഹോസ്പിറ്റലാണ്, മെട്രോമെഡ് നാഷണൽ കാർഡിയക് സെന്റർ എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഇവിടെ എല്ലാ ഫ്ലോറിലും, നമുക്ക് എല്ലാ ഏരിയയിലും, ഈ ഹോസ്പിറ്റലിന്റെ എവറി നൂക്ക് ആൻഡ് കോർണർ വി ഹാവ് എ ഫെസിലിറ്റി ടു ഡു CPR ആൻഡ് കാർഡിയക് റിസസിറ്റേഷൻ. ഞങ്ങളൊരു കോഡ് ബ്ലൂ എന്നുള്ള ഒരു ഇത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ ഏറ്റവും നിയറസ്റ്റ് പോയിന്റിലുള്ള ടീം മെമ്പേഴ്സ് വന്നിട്ട് ആ പേഷ്യന്റിനെ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ CPR ചെയ്യും. പക്ഷേ ഈ പബ്ലിക് അറിഞ്ഞിരിക്കേണ്ടത് ഈ CPRന്റെ ഒരു ബേസിക് എങ്കിലും എല്ലാവരും അറിഞ്ഞിരിക്കണം എന്നുള്ള. കാരണം നമുക്കൊരു ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ കാർഡിയക് അറസ്റ്റ് ആണ് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് അന്നേരത്ത് ആരാണ് അത് CPR ചെയ്യുന്നത്, അവരെത്ര എഫക്റ്റീവായി ചെയ്തു എന്നതനുസരിച്ചിരിക്കും ഈ രോഗി എങ്ങനെ സർവൈവ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഇഫക്റ്റീവ് ആയിട്ടുള്ള CPR ഞങ്ങൾ ആക്ച്വലി ഒരുപാട് ഈ വേൾഡ് ഹാർട്ട് ഡേയും അതേപോലെ പല ഒക്കേഷനിലും ഞങ്ങൾ പബ്ലിക്കിന് ഈ CPRനെ കുറിച്ച് കുറെ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. കാരണം ചിലപ്പോൾ ചില CPR, ഇപ്പോൾ ഒരു പേഷ്യന്റിന് ഒരു എറിത്മിയ ഉണ്ടായിട്ടായിരിക്കും, ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി പെട്ടെന്ന് ഒരു വെന്റിക്കുലർ ടാക്കികാർഡിയ പോലത്തെ എറിത്മിയ ഉണ്ടായി അറസ്റ്റ് വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു മസാജ് കൊടുക്കുന്നതോട് കൂടി ആ റിതം തിരിച്ചു വന്ന് പിന്നെ നമുക്ക് CPRനെ കൊടുക്കേണ്ടി ആവശ്യമുണ്ടാവില്ല. ഇപ്പോൾ അധികം പേഷ്യൻസിനും നമ്മൾ ഈ CPR തുടങ്ങിയാൽ ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ ചിലപ്പോൾ CPR വേണ്ടി വന്നേക്കില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മളൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു CPR, ഒരു പേഷ്യന്റിന് നമ്മളിരിക്കുന്ന ഒരു സ്ഥലത്ത്, ഒരു പബ്ലിക് പ്ലേസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു എയർപോർട്ട് ആയിക്കോട്ടെ, ഒരു സ്കൂൾ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഒക്കേഷനിൽ പെട്ടെന്ന് ഒരു പേഷ്യന്റ് കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇത് കാർഡിയക് അറസ്റ്റ് ആണോ അല്ലേ എന്നുള്ളത്. കാരണം പലപ്പോഴും അത് കാർഡിയക് അറസ്റ്റ് കൊണ്ട് ആയിക്കൊള്ളണമെന്നില്ല, വേറെ പല കാരണങ്ങളെ കൊണ്ടും കുഴഞ്ഞു വീഴാം. അപ്പോൾ നമ്മൾ എല്ലാവരും ഒരു പബ്ലിക് പഠിച്ചിരിക്കേണ്ടത് പേഷ്യന്റ് ബ്രീത്ത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക.
ഓക്കെ ബ്രീത്തിങ് ഉണ്ട്. പിന്നെ പേഷ്യന്റിന് പൾസ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ പൾസും BP-യും ഉണ്ട് അല്ല ബ്രീത്തിങ്ങും ഉണ്ടെങ്കിൽ ഈ പേഷ്യന്റ് കാർഡിയാക് അറസ്റ്റ് അല്ല എന്നുള്ളത് ഉറപ്പാണ്. മനസ്സിലായില്ലേ? അപ്പോൾ വേറെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഇപ്പൊ നമുക്ക് വേസോവേഗൽ സിങ്കോപ്പ് എന്ന് പറയാം. അപ്പൊ കുട്ടികളൊക്കെ സ്കൂളുകളിലൊക്കെ വെയിലത്ത് കുറെ നേരം അസംബ്ലിയിൽ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം കുഴഞ്ഞു വീണാറുണ്ട്. ചിലപ്പോൾ ചില ആളുകൾ വളരെ ഷോക്കിംഗ് ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ കുഴഞ്ഞു വീഴാറുണ്ട്. ഇതൊന്നും കാർഡിയാക് അറസ്റ്റ് അല്ല. അവർക്ക് ഒരു പ്രത്യേക ഒരു സിറ്റുവേഷൻ, കാരണം അവരുടെ ഒരു പൾസ് കുറഞ്ഞു പോവുക, BP കുറഞ്ഞു പോവുക എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് കൊണ്ട് പേഷ്യന്റ് കുഴഞ്ഞു വീഴുന്നതാണ്. അത്തരം പേഷ്യൻസിന് നമ്മളൊരു റെസ്റ്റും അതേപോലെ അവരെ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് കിടത്തി അവരുടെ കാലൊക്കെ ഒന്ന് മടക്കി വെച്ച് അവരുടെ ഒരു ബ്ലഡ് BP കുറഞ്ഞത് കൊണ്ട് ഉള്ള ബ്ലഡ് വൈറ്റൽ ഓർഗൻസിലേക്ക് എത്തുന്നതിന് വേണ്ടി നമ്മൾ ഹാർട്ടിലേക്കും ബ്രെയിനിലേക്കും എത്താൻ വേണ്ടി കാലിന്റെ ഭാഗമൊക്കെ പൊക്കി വെച്ച് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഒരു മെഡിക്കൽ എയ്ഡ് ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ ഇത്തരം പേഷ്യന്റിന് കൊടുക്കാൻ പറ്റിയത്. രണ്ടാമത് നമ്മൾ നോക്കുമ്പോൾ പൾസ് ഇല്ല, പേഷ്യന്റ് ബ്രീത്ത് ചെയ്യുന്നില്ല. അപ്പോഴാണ് നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പ്രിഫറബിളി നമുക്ക് 2 പേരെങ്കിലും ഉണ്ടെങ്കിലാണ് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള CPR കൊടുക്കാൻ പറ്റുക. ഒന്ന് നമ്മൾ ഈ കാർഡിയക് ചെസ്റ്റ് കംപ്രഷൻ ആണ്. കാരണം പ്രവർത്തിക്കാത്ത പമ്പ് ചെയ്യാത്ത ഹാർട്ടിനെ നമ്മൾ മെക്കാനിക്കലി പുറത്തു നിന്ന് പമ്പ് ചെയ്യിക്കുകയാണ്. അപ്പോൾ അത് ആക്ച്വലി ഒരു വെബിനാറിൽ കൂടി അത് പറയുന്നതിന് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ എങ്കിലും നമ്മൾ ഹാർട്ടിന്റെ നമ്മുടെ നെഞ്ഞിന്റെ മധ്യഭാഗത്ത് ചെസ്റ്റിൽ അല്പം ലെഫ്റ്റിലോട്ട് മാറിയിട്ട് സ്റ്റേണം എന്ന് പറയില്ല, നമ്മുടെ നെഞ്ഞെല്ലിന്റെ മുകളിൽ 2 കൈയും, ഒരു കൈ ഇടത് കൈക്ക് മുകളിൽ വലത് കൈ വെച്ച് നമ്മളൊരു റെഗുലർ ആയിട്ട് കംപ്രസ് ചെയ്യുന്നതിനാണ്. ഇത് ആക്ച്വലി നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ട് കംപ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആക്ച്വലി നമുക്ക് ഒരു 2 സെക്കൻഡ്സ് 3 സെക്കൻഡ്സിലൊക്കെ കംപ്രസ് ചെയ്താൽ മതി. അതേപോലെ ആ സമയത്ത് പേഷ്യന്റ് ബ്രീത്തിങ് ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. കാരണം ഓൺ ആയിട്ട് ബ്രീത്തിങ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്. നമുക്ക് ചെസ്റ്റ് കംപ്രഷൻ മാത്രം കൊടുത്താൽ മതി. പിന്നെ പേഷ്യന്റിന്റെ ഹെഡിന്റെ പൊസിഷൻ മാത്രം ഒരു പേഷ്യന്റ് ബ്രീത്തിങ്ങിന് ഒബ്സ്ട്രക്ഷൻ ഇല്ലാത്ത രീതിയിൽ ഒരു പൊസിഷൻ കൊടുക്കണമെന്ന് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. അതല്ലെങ്കിൽ പിന്നെ മറ്റൊരാളുണ്ടെങ്കിൽ അവർ നമുക്ക് ആംബോ ബാഗ് ഉണ്ടെങ്കിലാണ് നന്നായിട്ട് നമുക്ക് ബ്രീത്തിങ് കൊടുക്കാൻ പറ്റുക. അതല്ലെങ്കിൽ പിന്നെ മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് ആണ് പറയുന്നത്. ആ മൗത്ത് ബ്രീത്തിങ് ആണ് നമുക്ക് കൊടുക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ വളരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും. ഒരു പേഷ്യന്റ് കൊളാപ്സ് ആയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പൾസ് BP ഇല്ല എന്നുള്ള സിറ്റുവേഷൻ കണ്ടാൽ പെട്ടെന്ന് മെഡിക്കൽ എയ്ഡ് അല്ലെങ്കിൽ മെഡിക്കൽ എയ്ഡിനെ നമ്മൾ ഉടനെ വിളിക്കണം. ഒരു എമർജൻസി ആംബുലൻസിങ്ങിനൊക്കെ അവരെത്തുന്നത് വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ രീതിയിൽ പേഷ്യന്റിനെ ഫ്ലാറ്റ് ആക്കി കിടത്തിയിട്ട് ഒരു ചെസ്റ്റിൽ കംപ്രഷൻ കൊടുത്തിട്ട് നമുക്കൊരു ബ്രീത്തിങ്ങും കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു കാർഡിയക് അറസ്റ്റ്, ഹൃദയം നിലച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ പെട്ടെന്ന് സർക്കുലേഷൻ റീസ്റ്റോർ ചെയ്യാനുള്ള ഒരു മാർഗമാണ് CPR. പേഷ്യന്റിന്റെ റെസ്പോൺസ് നോക്കാനായി ആദ്യം തന്നെ നമ്മൾ തട്ടി വിളിക്കുമ്പോൾ പ്രതികരിക്കുന്നുണ്ടോ നോക്കുകയും ബ്രീതിങ് നടക്കുന്നുണ്ടോ നോക്കിയതിനു ശേഷമാണ് നമ്മൾ CPR-ലേക്ക് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. തീർച്ചയായും പൾസ് നോക്കേണ്ടതാണ്. പലപ്പോഴും ഈ ഒരു അവസരത്തിൽ വീക്ക് പൾസ് ഉണ്ടാവുന്നതുകൊണ്ട് മനസ്സിലാക്കാനായി കഴുത്തിന്റെ സൈഡിലാണ് പൾസ് നോക്കാൻ നിർദ്ദേശിക്കാറ്. അത് പറ്റാത്ത ആൾക്കാർക്ക് കാലിന്റെ പ്രധാന പൾസുകളിൽ നോക്കാനാണ് പറയാറ്. കയ്യിലെ പൾസ് ചിലപ്പോൾ വീക്ക് ആയിരിക്കുകയും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ കഴുത്തിന്റെ തൊണ്ടയുടെ സൈഡിൽ ഫീൽ ചെയ്താൽ പൾസ് ഇല്ല എന്നറിയുകയും പേഷ്യന്റ് റെസ്പോൺസ് ഇല്ലെങ്കിൽ അത് കാർഡിയക് അറസ്റ്റ് ആണ് എന്നുള്ള, അതായത് ഹൃദയം സ്തംഭിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് നിശ്ചയിച്ചുകൊണ്ട് ഒരു പരന്ന സർഫേസിൽ വേണം പേഷ്യന്റ് കിടക്കാനായിട്ട്, ആളെ കിടത്താനായിട്ട്. വേറെ ഷാർപ്പ് ഓബ്ജക്ട്സ് ഒന്നും ഇല്ലാന്ന് കാണുന്ന ഒരു അവസരത്തിൽ പേഷ്യന്റ് സെൻട്രൽ ചെസ്റ്റിന്റെ, നേരത്തെ ഡോക്ടർ മെൻഷൻ ചെയ്ത പോലെ ചെസ്റ്റിന്റെ മധ്യഭാഗത്തുള്ള ഇതിന്റെ അടിവശത്തായിട്ട് താഴ്വശത്തായിട്ട് 2 കൈകളും ഒരു കൈയുടെ മേലെ ഒരു കൈ ഗ്രിപ്പ് ചെയ്തുകൊണ്ട് കൈയിന്റെ മുട്ട് മടങ്ങാതെ നമ്മൾ ഫോഴ്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 100 കംപ്രഷൻസ് പെർ മിനിറ്റ്, അതാണ് നമ്മൾ ലക്ഷ്യപ്പെടുത്തുന്നത്. എന്നാലും 70 മുതൽ 100 വരെ ചെയ്യുന്ന CPR-ഉം എഫിക്കേഷ്യസ് ആണ്. ആദ്യകാലത്ത് ബ്രത്ത് 30-ൽ ഒരു ബ്രത്ത് കൊടുക്കണം എന്നുള്ള ഒരു റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ കംപ്രഷനാണ് കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം അധികം ഇന്ററപ്ഷൻസ് ഇല്ലാതെ ഒരു 70 മുതൽ 100 കംപ്രഷൻസ് ഒരു മിനിറ്റിൽ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായി ചിലപ്പോൾ സർക്കുലേഷൻ റിവൈവ് ചെയ്യാനും എന്നിട്ട് ഒരു ബ്രത്ത് കൊടുത്താൽ മതി എന്നാണ്. 2 ആൾക്കാരുള്ള അവസരത്തിൽ മൗത്ത് ടു മൗത്ത് ബ്രീതിങ് വഴിയോ അല്ലെങ്കിൽ ആംബു ബാഗോ അങ്ങനെ ഫെസിലിറ്റിയോടുകൂടി 30 കംപ്രഷന് ഒരു ബ്രത്ത് എന്ന രീതിയിൽ ഈ പ്രക്രിയ തുടരാവുന്നതാണ്. ആദ്യത്തെ 2-3 മിനിറ്റുകളുടെ ഒരു സൈക്കിൾ കഴിയുമ്പോൾ ഒരാൾ മാറി മറ്റൊരാളും ശ്രമിക്കേണ്ടത്. കാരണം ഇത് ഒരാൾക്ക് കുറച്ച് ഡിമാൻഡിങ് ആണ് ഈ പ്രോസസ്സ്. അതുകൊണ്ട് തന്നെ ഫെറ്റീഗ്, ക്ഷീണം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പുഷ് ചെയ്യുന്ന ആളുടെ എഫിക്കസി കുറയും. അപ്പോൾ അടുത്തുള്ള ഒരാളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ സാഹചര്യത്തിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യാറ്. അങ്ങനെ ആകുമ്പോഴാണ് ഒരു സക്സസ്ഫുൾ റിസസിറ്റേഷൻ സംഭവിക്കുന്നത്. മാത്രമല്ല ഇതിന്റെ ഡ്യൂറേഷൻ ഒരു 8-10 മിനിറ്റ് വരെ പലപ്പോഴും ഈ ഒരു രീതിയിൽ പോകുന്നതിന്റെ ഇടയിൽ ഒരു ഹെൽപ്പ് അറൈവ് ചെയ്യുന്ന വരെ പീരീഡിൽ പലപ്പോഴും ഒരു ജീവൻ രക്ഷാർത്ഥം ചെയ്യാവുന്നു. അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ചെയ്തുകൊണ്ട് മൂവ് ചെയ്യുക. ബൈസ്റ്റാൻഡർ CPR എന്ന പ്രക്രിയയിലൂടെ ഇപ്പോൾ ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ കാർഡിയക് അറസ്റ്റിൽ നല്ല റിവൈവൽ റേറ്റ്സ് വരുന്നുണ്ട്. ജനങ്ങളുടെ ഇൻഡിവിജ്വൽ നോളജ് കൂടുന്നതനുസരിച്ച് ഇതുപോലുള്ള വെബിനാർസും ബ്രോഡ്കാസ്റ്റിലൂടെ വിവരം വർദ്ധിക്കുന്നതനുസരിച്ച് ഇതിന്റെ സാധ്യത കൂടുകയുള്ളൂ. ഹൃദ്രോഗം മൂലം ഇന്ത്യയിൽ ചിലവ് കൂടാൻ സാധ്യതയുണ്ട് എന്ന തരത്തിൽ ഒരു റിപ്പോർട്ട് വരുന്നുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് ഏകദേശം
$2.17 ട്രില്യൺ നഷ്ടം ഇന്ത്യക്ക് സംഭവിക്കാം എന്നുള്ളതാണ്. ഈ 2012-30 ഇടയിൽ ഹൃദ്രോഗം മൂലം ഇന്ത്യക്ക് ഈ ഒരു നഷ്ടം സംഭവിക്കാം എന്നാണ് പറയുന്നത്. ഇത് 2014 വേൾഡ് ഇക്കണോമിക് ഫോറവും ഹാർവേർഡ് സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്ത് റിപ്പോർട്ടും പ്രകാരമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇത് തരുന്ന ഒരു ഭീതിയുണ്ട്. അതോടൊപ്പം ഒരു ചോദ്യം ഞാൻ ഡോക്ടർ അരുൺ ഗോപിയോട് ചോദിക്കുകയാണ്. ഡോക്ടർ, ഈ സന്ദർഭത്തിൽ ഈ രോഗികൾക്ക് ഈ ഹൃദ്രോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കാവുന്ന മരുന്നുകളും അതിന്റെ ഫലങ്ങളും ഗുണങ്ങളെ കുറിച്ചും പറയാൻ സാധിക്കുന്നു? അതായത് ഇപ്പം നമ്മുടെ ഭാഗ്യത്തിനുള്ള ഒരു ഘട്ടത്തില് നമുക്ക് ഹൃദയത്തിനെ സംബന്ധമായ പല രോഗത്തിനും നമുക്ക് നല്ല മരുന്നുകളും ഉണ്ട്, നല്ല ട്രീറ്റ്മെന്റ് ഓപ്ഷൻസും ഉണ്ട്. പണ്ടുകാലത്ത് നോക്കിയാൽ പല ഈ അസുഖങ്ങളും ചികിത്സ നമുക്ക് ലഭ്യമല്ലായിരുന്നു. ഇപ്പം നമുക്ക് ഇന്ത്യയിൽ തന്നെ എല്ലാ നൂക്ക് ആൻഡ് കോർണറിലും ആക്ച്വലി ഒരു ഹാർട്ട് അറ്റാക്ക് വന്നവർക്ക് എത്രയും പെട്ടെന്ന് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ഉള്ള ഫെസിലിറ്റി ഉള്ള സെന്റേഴ്സ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മെഡിസിൻസ് എത്രയും പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന ത്രോംബോളിസിസ് തെറാപ്പി, അതായത് രക്തം അലിയിക്കുന്ന മരുന്ന് കൊടുക്കാനുള്ള ഫെസിലിറ്റി ഉള്ള സെന്റേഴ്സ് ഉണ്ട്. അപ്പൊ ഹാർട്ട് അറ്റാക്ക് വന്നാൽ എത്രയും പെട്ടെന്ന് ഈ ട്രീറ്റ്മെന്റ് എടുക്കുക. പക്ഷെ അവിടെ കൊണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് ഈ രക്തം അലിയിക്കുന്ന മരുന്ന് ഒരിക്കലും ഇപ്പം ഷുഗർ, പ്രഷർ അല്ലെങ്കിൽ ഹൃദ്രോഗം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവര് മരുന്ന് ലൈഫ് ലോങ് കഴിക്കണം എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. പലരും കുറച്ച് കഴിയുമ്പം ലക്ഷണങ്ങളൊന്നും ഇല്ലാതാവുമ്പം കംഫർട്ടബിൾ ആവും, സിംറ്റംസ് ഒന്നും ഇല്ലാതാവും പലരും മരുന്ന് നിർത്തും. അവിടാണ് മിക്കവാറും ആൾക്കാർക്ക് രണ്ടാമത്തെ പ്രോബ്ലം വരുന്നത്. സിംറ്റംസ് മാറുമ്പം പലരും രോഗികൾ കുറച്ച് കഴിയുമ്പോൾ മരുന്ന് നിർത്തുമ്പോഴാണ് സെക്കൻഡ് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ പിന്നെ കാർഡിയാക് പ്രോബ്ലംസ് വേഴ്സൺ ചെയ്യുന്നത്. അപ്പം മരുന്ന് സ്ഥിരമായി കഴിക്കേണ്ടതും അത്യാവശ്യമാണ്. അത് അതിൻ്റെതായ ക്രമം നിങ്ങൾ കാണുന്ന കാർഡിയോളജിസ്റ്റ് നിർണ്ണയിക്കുന്ന അനുസരിച്ച് അവരുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം തന്നെ മെഡിസിൻസ് റെഗുലറായിട്ട് കഴിക്കുകയും അതിന്റെ പീരിയോഡിക് ആയിട്ട് ചെക്കപ്പ് ചെയ്ത് നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സിനെ കൺട്രോളിൽ വെക്കേണ്ടതും അത്യാവശ്യമാണ്. മെഡിസിൻ സംബന്ധമായി രക്തം അലിയിക്കുന്ന മരുന്ന് പോലുള്ള ബ്ലഡ് തിന്നേഴ്സ്, ഇപ്പൊ അതിനകത്ത് പല ഇതുകൊണ്ട് പുതിയ രീതിയിലുള്ള മോർ എഫിക്കേഷ്യസ് ആയിട്ടുള്ള ബ്ലഡ് തിന്നേഴ്സ് ഉണ്ട്. അതിന്റെ കൂടെ എസെൻഷ്യൽ ആയിട്ടുള്ള വേറൊരു മരുന്ന് കൊളസ്ട്രോൾ കുറയ്ക്കുന്ന മരുന്നാണ്. അപ്പം പലരും ബ്ലഡ് കൊളസ്ട്രോൾ ചെക്ക് ചെയ്തിട്ട് എന്റെ കൊളസ്ട്രോൾ കൂടുതലല്ല, പക്ഷെ എന്നാലും ഈ ഹൃദയത്തിന് രക്തധമനികളിലുള്ള കൊളസ്ട്രോൾ അടിയുന്നതുകൊണ്ടാണ് ഈ ബ്ലോക്ക് വരുന്നത്. അപ്പൊ അവര് കൊളസ്ട്രോൾ കുറയ്ക്കുന്ന മരുന്ന് ലൈഫ് ലോങ് കഴിക്കേണ്ടതാണ്. പിന്നെ ബാക്കിയുള്ള മെഡിസിൻസ് നമ്മള് ഹൃദയത്തിന്റെ പമ്പിങ് ക്ഷമത അനുസരിച്ച്, അതായത് പമ്പിങ് കൂട്ടാനുള്ള മരുന്നുകൾ, ഹൃദയത്തിന് സ്ട്രെയിൻ വരാതിരിക്കാനുള്ള മരുന്നുകൾ, അതായത് ആള് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫിൽ പോവുകയാണെങ്കിൽ പോലും ഹൃദയത്തിന് സ്ട്രെയിൻ വരാതിരിക്കാനുള്ള മരുന്നുകൾ ഇതിന്റെ കൂടെ കണ്ടിന്യൂ ആയിട്ട് കഴിക്കേണ്ടതാണ്. മേജർ ആയിട്ടുള്ള ഇതിന്റെ സപ്പോർട്ടീവ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സ് കൺട്രോൾ ചെയ്യുന്ന ഡ്രഗ്സ് തന്നെയാണ്. അതായത് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്ന മരുന്ന്, ഷുഗർ കൺട്രോൾ ചെയ്യുന്ന മരുന്ന്, ചീത്ത കൊളസ്ട്രോൾ, LDL എന്നുള്ള ചീത്ത കൊളസ്ട്രോൾ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ 70 താഴെ തന്നെ നിർത്തണം എന്നുള്ളത് അത്യാവശ്യമാണ്. അപ്പം ഈ മരുന്നുകൾ നിങ്ങളുടെ കാർഡിയോളജിസ്റ്റ് ഇൻസ്ട്രക്ട് ചെയ്യുന്ന അനുസരിച്ച് സ്റ്റാർട്ട് ചെയ്യുകയും പീരിയോഡിക്കലി ചെക്ക് ചെയ്ത് റെഗുലറായി കഴിക്കുകയും ചെയ്യലാണ് ഏറ്റവും നിർബന്ധമായിട്ടുള്ളത്. ഡോക്ടർ ഗിരീഷ് PV, ഈ ആൻജിയോപ്ലാസ്റ്റിയെ കുറിച്ച് പലരും കേട്ടിട്ടുണ്ട്. ഇതിന്റെ ഗുണങ്ങൾ എന്താണ്? ഇതിനെന്തെങ്കിലും അപകട സാധ്യതകളുണ്ടോ? ആൻജിയോപ്ലാസ്റ്റി രണ്ടു വിധത്തിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. സഡൻ ആയിട്ട് ഒരു ഹാർട്ട് അറ്റാക്ക് പോലെ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ടൈം ഇസ് മസിൽ എന്ന ലക്ഷ്യത്തോടു കൂടി ആ ക്ലോട്ട് നിവാരണം ചെയ്ത് എമർജൻസി ആയിട്ട് ഓപ്പൺ ചെയ്യുന്ന പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, അതായത് ആ ബ്ലോക്ക് വന്ന് ഹാർട്ട് അറ്റാക്കിന്റെ ഘട്ടത്തിൽ ചെയ്യുന്ന ആൻജിയോപ്ലാസ്റ്റി, അതാണ് ഒരു തരത്തിലുള്ള ഒരു ആൻജിയോപ്ലാസ്റ്റി. മറ്റൊരു രീതിയിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വരുന്നത് പലപ്പോഴും മൾട്ടിപ്പിൾ ബ്ലോക്സ് ഉണ്ടെന്ന് മറ്റ് ടെസ്റ്റുകളിലൂടെ നിർണ്ണയിച്ച്, പ്രത്യേകിച്ച് ട്രെഡ്മിൽ ടെസ്റ്റ് പോലത്തെ ടെസ്റ്റിലൂടെ നിർണ്ണയിച്ച് അതിനുശേഷം ആൻജിയോഗ്രാം എന്ന ബേസിക് ടെസ്റ്റ് ചെയ്ത് കയ്യിലൂടെ പോയി രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടോ എന്ന് നിർണ്ണയിക്കുകയോ അല്ലെങ്കിൽ CT സ്കാൻ മുഖാന്തരമോ തിരിച്ചറിഞ്ഞ് ബ്ലോക്കുകളെ നിവാരണം ചെയ്യുന്ന പ്രക്രിയയാണ്. ബൈപ്പാസ് എന്നുള്ള പണ്ടത്തെ ഒരു സാഹചര്യത്തിൽ ഓപ്പൺ ഹാർട്ട് സർജറിയിലൂടെ മാത്രം നിവാരണം ചെയ്തിരുന്ന പല ബ്ലോക്കുകളെയും ഇപ്പോൾ നമുക്ക് പുതിയ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി കയ്യിലൂടെയോ കാലുവഴിയുള്ള പ്രധാന ഞരമ്പ് വഴി പോയി രക്തത്തിലെ ആ കൊഴുപ്പടിഞ്ഞ ഭാഗങ്ങൾ വികസിപ്പിക്കുകയും പുതിയ ടെക്നോളജി ഉപയോഗിച്ച് സ്റ്റെന്റ് വെച്ച് ക്ലിയർ ചെയ്യുന്ന പ്രക്രിയയാണ് ആൻജിയോപ്ലാസ്റ്റി. മൾട്ടിപ്പിൾ വെസൽസ് ആൻജിയോപ്ലാസ്റ്റിയും ഇപ്പോൾ ചെയ്യുന്നത് പലപ്പോഴും സേഫ് ആണ്. പണ്ടത്തെ വിചാരിച്ച് ഇപ്പോൾ ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്തതുപോലെ തന്നെ അതിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഹാർഡ്വെയർ, അതിൽ സ്റ്റെന്റ്, അതിൽ അലിഞ്ഞു പോകുന്ന സ്റ്റെന്റ്, അങ്ങനെ പലതരത്തിലുള്ള അഡ്വാൻസ്മെന്റ്സ് വന്നു. അതേപോലെ ബ്ലോക്ക് നിവാരണം ചെയ്യാൻ കാൽഷ്യം ഉണ്ടെങ്കിൽ പൊട്ടിക്കാനുള്ള സംവിധാനം, അത് കൃത്യമായിട്ട് ഇതിനെ നിർണ്ണയിക്കാനായിട്ട് ആൻജിയോഗ്രാം അല്ലാതെ തന്നെ ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട്, അങ്ങനെ ഇമേജിംഗ്, OCT എന്നീ പറഞ്ഞ ചില ഇമേജിങ്ങിലൂടെ ഈ ബ്ലോക്കുകൾ കൃത്യം നിർണ്ണയിക്കാനും അതുവഴി കുറച്ചുകൂടെ പ്രിസിഷൻ ഇമ്പ്രൂവ് ചെയ്തതോടുകൂടി ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസും കിടപിടിക്കുന്ന രീതിയിൽ ഇപ്പോൾ പല കേസുകളും, പണ്ട് ബൈപ്പാസിന് വിട്ട പല കേസുകളും ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റിയിലൂടെ തന്നെ ചെയ്യാവുന്നതാണ്. ഇതാണ് അതിന്റെ മെയിൻ ഗുണം. അതായത് കുറച്ച് സിംപ്ലിസിറ്റിയാണ്. പേഷ്യന്റ് വലിയ ഓപ്പറേഷൻ ഇല്ലാതെ പെട്ടെന്ന് റിക്കവറി ടൈമും ഹാർട്ട് മസിൽ ഫംഗ്ഷൻ പ്രിസർവ് ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ
സിംപ്ലിസിറ്റി. തീർച്ചയായും സിമ്പിൾ ആയുള്ള പ്രൊസീജിയറിന്റെ കൂടെ തന്നെ ചിലപ്പോൾ റിസ്ക് ഫാക്ടേഴ്സ് അനുസരിച്ച് ചില അഡ്വാൻസ് ഡയബറ്റിസ് അല്ലെങ്കിൽ രോഗി ശരിക്കും മരുന്ന് കഴിക്കാതിരിക്കുക, ശരിക്കും ശ്രദ്ധിക്കാതിരിക്കുന്ന ഡോക്ടർ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്ത പോലെ ഇതൊക്കെ ഒരു പ്രിവെൻഷനിലാണ് കൂടുതൽ നമ്മൾ ഊന്നു വെക്കേണ്ടത്. ഈ റിപ്പയർ വർക്ക് ചെയ്താലും ഇതെല്ലാം റിക്കർ ചെയ്യാനുള്ള സാധ്യത തടയുന്നില്ലെങ്കിൽ ഇതിലൊക്കെ അടവ് വരാനുള്ള ചെറിയ റിസ്കുകളുണ്ട്. ഇപ്പോൾ പറയാറ് 2 to 5% ആണ് അതിന്റെ പലപ്പോഴും പുതിയ സാധ്യത പറയാറ്. കറക്റ്റായി മരുന്ന് കഴിക്കുകയും വ്യായാമം ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും ഈ നിവാരണം ചെയ്ത ബ്ലോക്കുകൾ തിരിച്ചു വരാതിരിക്കാനും സാധ്യതയുണ്ട്. പ്രമേഹമാണ് ഇതിന്റെ മുഖ്യ ശത്രു. അതുപോലെ കിഡ്നിയുടെ ഫംഗ്ഷൻ എന്നിവയും മറ്റു കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ആൻജിയോപ്ലാസ്റ്റിയും മറ്റും മുന്നോട്ട് പ്രൊസീഡ് ചെയ്യുന്ന പേഷ്യൻസിന്. ഫാക്ടേഴ്സ് പേടിക്കുന്ന പോലെ അപകടകാരിയായിട്ടുള്ള രീതിയിൽ പലരും തെറ്റിദ്ധരിക്കുന്ന പോലെ ഒരിക്കലും ഒരു പ്രോസസ് അല്ല. ആധുനിക മോഡേൺ മെഡിസിനിൽ ഇതൊരു വളരെ നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ ഇപ്പോൾ മറ്റു പല ടെക്നോളജിയും നമ്മൾ നാട്ടിൽ വന്നിട്ട് പ്രത്യേകിച്ച് ഡോക്ടർ ഒരുപക്ഷെ സൂചിപ്പിക്കുക ടാബി, വാൽവ് മാറ്റി വെക്കൽ, ശസ്ത്രക്രിയ എന്നതും ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി പോലത്തെ പ്രക്രിയയിലൂടെ വരുന്നതായിട്ട് കണ്ടുവരുന്നതും കേട്ടുവരുന്നുണ്ടാവും. അതെ, പലർക്കും പേടിയുണ്ട് അതേക്കുറിച്ച്. ഡോക്ടർ മുഹമ്മദ് മുസ്തഫ, ഈ ചികിത്സകൾക്ക് ശേഷം എങ്ങനെയാണ് ഈ ഹൃദയ പരിചരണം നടത്തേണ്ടത്? അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു ചികിത്സയ്ക്ക് ശേഷം? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആക്ച്വലി. ചികിത്സക്ക് മുൻപും പിൻപും വേണം ആക്ച്വലി ചികിത്സ. നമ്മൾ പബ്ലിക്കിനോട് പറയുമ്പോൾ ഒരു പക്ഷേ രോഗം വരാതിരിക്കാനും കൂടുതൽ ഊന്നൽ നൽകണമെന്ന് തോന്നുന്നു. അതേപോലെ രോഗം വന്നവർ ആക്ച്വലി കുറച്ചും കൂടിയും കെയർഫുൾ ആയിട്ടാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷെ രോഗം വരാത്തവരാണ് വളരെ അശ്രദ്ധരായിട്ട് അങ്ങനെ ഇതിനെ നെഗ്ലക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. ചികിത്സക്ക് ശേഷം ഈ പറഞ്ഞ പോലെ നമ്മൾ അതിന്റെ മെഡിസിൻസ്, ഇപ്പം ഞങ്ങൾ ഡോക്ടേഴ്സ് ചെയ്യുന്നതൊക്കെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ബ്ലോക്ക് റിമൂവ് ചെയ്യുന്നതൊക്കെ റിപ്പയർ വർക്ക് പോലെയാണ്, മനസ്സിലായില്ല. അപ്പൊ അതുകൊണ്ട് റിപ്പയർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു ലൈഫ് ടൈം മെയിൻ്റനൻസ് അതിന് ആവശ്യമാണ്. അത് നമ്മൾ അശ്രദ്ധയോടുകൂടി വിട്ടു കഴിഞ്ഞാൽ വീണ്ടും അതേ പ്രശ്നങ്ങൾ വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതിന് ശേഷം കൊടുക്കുന്ന പോലത്തെ മരുന്ന് നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ, ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ഒരാൾ പെട്ടെന്ന് ഡോക്ടറോട് ചോദിക്കാതെ നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും അവിടെ ബ്ലോക്ക് വന്നിട്ട് അയാൾക്ക് റീ അറ്റാക്ക് വരാം. അപ്പോൾ വളരെ അപകടകരമാണ്. അതുകൊണ്ട് പിന്നെ നമുക്ക് ഇത്തരം പേഷ്യൻസിന് ഒരുപാട് മരുന്നുകളുടെ ആവശ്യമില്ല. വളരെ കുറച്ച്, എസ്പെഷ്യലി ഒരു ആഫ്റ്റർ 1 year ഒരു മിനിമം 1 or 2 മെഡിസിൻസ് മാത്രമേ ഇവർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ മരുന്ന് അവർ റെഗുലറായിട്ട് കഴിക്കുക എന്നുള്ളത് വളരെ മുഖ്യമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യുന്ന പേഷ്യൻസിന് എപ്പോഴും ഒരു കൗൺസിലിങ്ങും കൊടുക്കും. കാരണം ഇതിങ്ങനെയാണ്, ഇത് ലൈഫ് ടൈം വേണ്ട മെഡിസിൻസ് ആണ്, ഇത് കഴിച്ചെങ്കിൽ ഭാവിയിൽ പ്രശ്നം വരാതിരിക്കാൻ നമുക്ക് തടയാൻ പറ്റുകയുള്ളൂ എന്നുള്ളതൊക്കെ. അപ്പോൾ അതുകൊണ്ട് മെഡിസിൻ റെഗുലറായിട്ട് കഴിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പോയിന്റ്. പിന്നെ രണ്ടാമത് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമുക്ക് വരാനുണ്ടായ കാരണങ്ങളുണ്ടല്ലോ. ഇപ്പം നേരത്തെ ഇപ്പോൾ ഡയബറ്റീസ് ആയിക്കോട്ടെ, കൊളസ്ട്രോൾ ആയിക്കോട്ടെ, അതെന്താണെങ്കിലും അതിനെ നമ്മൾ വീണ്ടും വരാതിരിക്കാൻ അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വളരെ മുഖ്യമാണ്. പിന്നെ നമ്മുടെ ജീവിതശൈലിയിൽ മൊത്തത്തിൽ ഒരു മാറ്റം വരുത്തേണ്ടതുണ്ട്. വ്യായാമം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. ഭക്ഷണത്തിൽ എപ്പോഴും ഒരു മിതത്വം പാലിക്കുക. ഞാൻ ഒരു ഭക്ഷണം കഴിക്കണ്ട എന്ന് ഞാൻ പറയാറില്ല, പക്ഷെ നമ്മളൊരു മിതമായിട്ട് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റും കഴിച്ച് അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഹൃദ്രോഗത്തിന് നല്ലൊരു ശതമാനം നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വീണ്ടും വരുന്നതിനെയും നമുക്ക് നല്ലൊരു ശതമാനം പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഗ്ലോബൽ ബണ്ടർ ഓഫ് ഡിസീസിന്റെ ഒരു കണക്ക് വന്നിരുന്നു. ആ കണക്കിൽ പറയുന്നത് ഇനി 1 ലക്ഷത്തിൽ അധികം പേർക്ക്, അതായത് 1 ലക്ഷത്തിൽ എടുക്കുകയാണെങ്കിൽ ഏകദേശം 272 പേർക്ക് ഈ ഹൃദ്രോഗം മൂലമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. പ്രധാനമായും മരണപ്പെടുന്നു എന്നാണ് പറയുന്നത്. 1,272 പേർ. ഇത് ലോകത്തിലൊരു കണക്ക് നോക്കുകയാണെങ്കിൽ, ആഗോള ശരാശരിയിൽ നോക്കുകയാണെങ്കിൽ 232 ആണ് എന്നതാണ് മറ്റൊരു വസ്തുത. അതുപോലെ തന്നെ ഈ ജനസംഖ്യാ വർധനവ്, അതുപോലെ പ്രായമായവരുടെ എണ്ണം കൂടുന്നത്, ഇതൊക്കെ ഒരു കാരണമായി പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഈ ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു ബോംബ് പോലെ അല്ലെങ്കിൽ ഒരു പകർച്ചവ്യാധി പോലെ ഇന്ത്യയിലേക്ക് കടക്കുന്ന ഒരു കാഴ്ചയും നമ്മളിപ്പോ കാണുന്നുണ്ട്. ഡോക്ടർ അരുൺഗോപി, ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് എങ്ങനെയാണ് ഹൃദയാരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കാൻ പറ്റുക? എന്തൊക്കെ പരിഷ്കാരങ്ങൾ നമുക്ക്, ഭക്ഷണങ്ങളിൽ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും അതിനായിട്ട്? നേരത്തെ ഡോക്ടർ മുസ്തഫയും ഡോക്ടർ ഈഷും പറഞ്ഞ പോലെ തന്നെ ഇതൊരു ജീവിതശൈലി രോഗമായിട്ട് തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പം ചെറുപ്രായത്തിൽ തന്നെ മിക്കവാറും അധികം വയസ്സാവുന്നതിന് മുമ്പ് തന്നെ ഇപ്പം നമ്മൾ മിക്കവർക്കും കാണുന്ന ഹാർട്ട് അറ്റാക്ക് 30s to 40s കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ ആഹാര രീതിയിലെ ക്രമീകരണങ്ങൾ വരുത്തുക, ഒരു ബാലൻസ്ഡ് ആയിട്ട് കഴിക്കുക. മോഡറേഷൻ ഇസ് കീ എന്നാണ് പറയുക. എല്ലാം ഒരു മിതമായിട്ടുള്ള അമൗണ്ടിൽ കഴിക്കാം. ഒന്നും കഴിച്ചുകൂടാതെ ആയിട്ടുള്ള ഭക്ഷണമില്ല, പക്ഷെ എല്ലാ ഭക്ഷണവും ഒരു മിതമായിട്ടുള്ള അമൗണ്ടിൽ എടുക്കുക. ആഹാരത്തിൽ ധാന്യങ്ങൾ കുറയ്ക്കുക, കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുക. അതാണ് ഏറ്റവും കൂടുതൽ ഇപ്പം പഠനങ്ങൾ കാണിക്കുന്നത്, അതായത് ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഇപ്പം റിപ്പീറ്റ് ആയിട്ടുള്ള ഇപ്പം ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക, ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് കഴിയുന്നത് മിനിമൈസ് ചെയ്യുക. സ്വീറ്റ് ആയിട്ടുള്ള, അതായത് ഇപ്പം
അധികമായിട്ടുള്ള സ്വീറ്റൻഡ് ആയിട്ടുള്ള ബേക്കറി ഐറ്റംസ് അതൊക്കെ ലിമിറ്റ് ചെയ്യാം, എക്സസ് സോൾട്ട് ഇടാതിരിക്കുക. ഇത് ഡയറ്റിൽ ഒരു ബാലൻസ് ഡയറ്റ് എല്ലാവർക്കും ഒരു മിതമായിട്ട് എടുക്കാം, പക്ഷെ അധികമായിട്ട് റെഡ് മീറ്റ് അവോയ്ഡ് ചെയ്യുക, ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ലിമിറ്റ് ചെയ്യുക, ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക, ഫാസ്റ്റ് ഫുഡ്സ് ലിമിറ്റ് ചെയ്യുക. ഇതാണ് നമുക്ക് ഡയറ്റിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. രണ്ടാമതുള്ള നമ്മൾ ഒരു മോഡറേറ്റ് രീതിയിൽ റെഗുലർ ആയിട്ട് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. അത് 30 minutes ഡെയിലി 5 days a week എങ്കിലും ഒരു ബ്രിസ്ക് വാക്കിംഗ് ആണ് റെക്കമെൻഡ് ആയിട്ടുള്ളത്. ഹെവി എക്സസൈസ് അത്ര റെക്കമെൻഡ് അല്ല. മിക്കവരും ആക്ച്വലി നേരെ പോയിട്ട് വളരെ റെക്കമെൻഡ് അല്ലാത്ത രീതിയിൽ ഹെവി എക്സർഷൻ ചെയ്യുമ്പോഴാണ് പലർക്കും ആദ്യത്തെ ഇവന്റ് വരുന്നത് തന്നെ. അപ്പം എല്ലാത്തിനും പറഞ്ഞ ഒരു മോഡറേറ്റ് ലെവൽ ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അതിന്റെ കൂടെ തന്നെ സ്മോക്കിംഗ് സ്ട്രിക്റ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക, ആക്റ്റീവും പാസീവും. പിന്നെ നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സ് ഫ്രീക്വന്റ്ലി ചെക്ക് ചെയ്യുക. ജനറ്റിക്കലി പ്രിഡിസ്പോസ് ആയിട്ടുള്ളവർ കുറച്ചുകൂടെ ഫ്രീക്വന്റ്ലി ചെക്ക് ചെയ്ത് നിങ്ങൾ ഇടയ്ക്ക് കാർഡിയോളജിസ്റ്റിനെ കണ്ട് നിങ്ങളുടെ റിസ്ക് ഫാക്ടേഴ്സിനെ മോഡിഫൈ ചെയ്യാനുള്ള ഫാക്ടേഴ്സ് നോക്കുക. ഒരു ഡിസീസിനെ ചേസ് ചെയ്ത് ട്രീറ്റ് ചെയ്യണമെന്ന് പറയുന്നില്ല. ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കാൻ ഒരു നേരത്തെ ഒരു ആൻജിയോഗ്രാമോ അങ്ങനെ സിംറ്റംസ് ഇല്ലാത്തവർ ചെയ്യുന്നതിൽ അർത്ഥമില്ല. നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സ് ടാർഗറ്റ് ചെയ്യുക, നമ്മുടെ ലൈഫ് സ്റ്റൈലിലെ മോഡിഫിക്കേഷൻസ് പറ്റുന്ന രീതിയിൽ വരുത്തുക. അതാണ് നമുക്ക് ഇപ്പോൾ ഉള്ളതിൽ നമ്മുടെ ബെസ്റ്റ് പ്രിവെന്റീവ് സ്ട്രാറ്റജി. ഡോക്ടർ ഗിരീഷ്, ഈ ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ നമ്മൾ വ്യായാമം ചെയ്യേണ്ടതിന്റെ ഒരു ആവശ്യകത എത്രത്തോളം ഉണ്ട്? എങ്ങനെയാണ് വ്യായാമങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകേണ്ടത്? എല്ലാവരും ഇവിടെ ഊന്നി പറഞ്ഞ പോലെ തന്നെ ഭക്ഷണ രീതിയിലെ മാറ്റം പോലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ് വ്യായാമം. അത് ഹൃദ്രോഗം പ്രതിരോധിക്കാനായാലും വന്നൊരാൾ മുന്നോട്ട് പോകുമ്പോൾ അത് ഹൃദയത്തിന്റെ പ്രവർത്തനക്ഷമത നിലനിർത്താനും രണ്ടാമത് ഈ ഒരു അസുഖം വരാതിരിക്കാൻ അല്ലെങ്കിൽ വർദ്ധിക്കാതിരിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. മുസ്തഫ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചിരുന്നു 30 minutes ആഴ്ചയിൽ ഒരു ദിവസം 30 minute വെച്ച് ആഴ്ചയിൽ 5 ദിവസം, അതായത് ശരാശരി ഒരു 150 minute എക്സസൈസ് പ്രിസ്ക്രിപ്ഷൻ എന്ന് നമ്മൾ സാധാരണ പറയുന്നത് തന്നെയാണ്. അതാണ് ഒരു ശരാശരി ഒരു ആവറേജ് പ്രക്രിയ നമ്മൾ സജസ്റ്റ് ചെയ്യാറ്. പ്രത്യേകിച്ച് വാക്കിംഗ്, സ്വിമ്മിങ് പറ്റുന്നതാണെങ്കിൽ ചെറിയ തോതിലുള്ള സ്വിമ്മിങ്, ചെറിയ ജോഗിങ്, അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ അനുസരിച്ച് നമുക്ക് പറ്റാവുന്ന രീതിയിൽ മൈൽഡ് ജോഗിങ്, ഈ ലെവൽ വരെയൊക്കെയുള്ള വ്യായാമമാണ് പൊതുവെ ഹെൽത്തി ആയിട്ടുള്ളത്. എന്നാൽ ഓരോരുത്തരുടെ ശാരീരിക ശേഷി, ഫിസിക്കൽ ഫിറ്റ്നസ് അനുസരിച്ച് നല്ല ചെറുപ്പത്തിലാണെങ്കിൽ കുറച്ച് റെഗുലർ ആയിട്ടുള്ള റണ്ണിങ് എന്നുള്ള രീതിയിൽ കുറച്ച് ലോങ് ഡിസ്റ്റൻസ് റണ്ണിങ് ഒക്കെ പോകുന്ന ആൾക്കാരും ആദ്യം തന്നെ തുടങ്ങുകയാണെങ്കിൽ, നേരത്തെ തന്നെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ചെയ്യാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതും വളരെ വളരെ ഉപകാരം ചെയ്യുന്നതാണ്. എന്നിരിച്ചാൽ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് നമ്മൾ ഒരു വ്യായാമത്തിലൂടെ ഹെൽത്ത് റിക്കവർ ചെയ്യാം എന്ന തെറ്റിദ്ധാരണയോടുകൂടി തീരെ എക്സസൈസ് ഇല്ലാതെ ഒരിക്കലും ഒരു എടുത്തുചാട്ടത്തിലൂടെ ജിമ്മോ അല്ലെങ്കിൽ ഒരു മാരത്തോൺ തുടങ്ങുക, ഒരു ഫിറ്റ്നസ് ട്രെയിനിങ് മുന്നോടി അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാതെ തന്നെ ഇറങ്ങി പുറപ്പെടുന്നതാണ് ഏറ്റവും അപകടം. ഒരു ദിവസം കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രക്രിയ അല്ല ഈ വ്യായാമ രീതി. അത് ഒരു ഗ്രാജുവലായി തുടങ്ങി ഡെവലപ്പ് ചെയ്ത് പോകേണ്ടതാണ്. അല്ലെങ്കിൽ നേരെ മറിച്ചുള്ള വിപത്തുകൾക്കുള്ള റിസ്ക് ഉണ്ട്. അതും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. യങ്സ്റ്റേഴ്സ് ഒക്കെ പെട്ടെന്നൊരു കാര്യത്തിന് ഉദ്യമിച്ച് സഡൻ കാർഡിയക് ഡെത്ത് അല്ലെങ്കിൽ സഡൻ കാർഡിയക് ഇവന്റ്സ്, ഹാർട്ട് അറ്റാക്ക്, ടർഫിലെ ഫുട്ബോളിലെ കളികൾ കളിക്കാത്ത ഒരാൾ കളിച്ച് പെട്ടെന്ന് നെഞ്ചുവേനായിട്ട് വരുന്നത്, എന്നീ സാഹചര്യങ്ങൾ നമ്മളും നമ്മുടെ കൊലീഗ്സ് എല്ലാവരും പലപ്പോഴും ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതിന്റെ ഒരു മുഖ്യ കാരണം നമ്മൾ ആ വാമപ്പ് ഇല്ലാതെ ഒരു എക്സസൈസ് ട്രെയിനിങ് ഇല്ലാതെ ഒരു പ്രക്രിയയിൽ ഇറങ്ങുന്നതുകൊണ്ടാണ്. അപ്പൊ അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അധികമായാൽ ഏതും ആപത്താണ്. അതുപോലെ വ്യായാമമായാലും ഒരു മോഡറേഷൻ തന്നെയാണ് ഏറ്റവും ഉത്തമം. അതിന്റെ സ്ഥിരതയാണ് കൂടുതൽ പ്രാധാന്യം. ഈ ജിമ്മിലെ മരണങ്ങൾക്കും ഇത് തന്നെയാണോ കാരണമായി വരുന്നത്? ഒരളവ് വരെ ഇത് കാരണമാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഡോക്ടർ ഗോപിക്ക് കുറച്ച് അതിനെ കുറിച്ച് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ കൂടെ ഉണ്ടാവാം. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ ഒരു ബ്ലോക്ക് മാത്രമല്ല ഇതിന്റെ ഒരു കാരണം. അതായത് നമ്മൾ പലപ്പോഴും ഇപ്പൊ ഈ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണപ്പെടുന്ന, അതായത് സഡൻ കാർഡിയക് ഡെത്ത്, അതിന്റെ എല്ലാവരും വിചാരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് ആണ്. പക്ഷെ മെജോറിറ്റി ആൾക്കാരിൽ ഉണ്ടാകുന്ന ഹൃദയത്തിന്റെ മിടിപ്പ് താളം തെറ്റാണ്. അതിനെ നമ്മൾ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയും. അത് മിക്കവർക്കും ജനിതകമായിട്ടുണ്ടാകുന്ന പ്രോബ്ലംസ് കാരണം, അതായത് ചിലവർക്ക് ഹാർട്ട് മസിൽ ഡിസീസ് ആയിരിക്കാം, ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്ന് പറയും, അല്ലെങ്കിൽ അവരുടെ ഹാർട്ടിനകത്തുള്ള ചില ജീൻസ് ഉണ്ടാകുന്ന മോഡിഫിക്കേഷൻ കാരണം അവർ പ്രീഡിസ്പോസ്ഡ് ആയിരിക്കും. അങ്ങനെയുള്ളവർ അമിതമായിട്ടുള്ള എക്സസൈസ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും കൊളാപ്സ് ചെയ്ത് മരണപ്പെടുന്നത്. അങ്ങനെയുള്ളതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ 20 വയസ്സുള്ളവർ അല്ലെങ്കിൽ 30 വയസ്സുള്ളവർ, നല്ല ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുള്ളവർ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുക, അല്ലെങ്കിൽ പോയി ജിമ്മിൽ നല്ല ഫിസിക്കൽ എക്സർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീഴുക, അതൊക്കെ ഉണ്ടാകുന്നത്. അപ്പം ഇങ്ങനെയുള്ളത് കൊണ്ട് ഇപ്പം ഒരു എക്സസൈസ് റെജിമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡോക്ടർ ഗിരീഷ് പറഞ്ഞ പോലെ തന്നെ അതൊരു ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ആയിട്ട് തന്നെ എടുക്കുകയാണെങ്കിൽ അതിന്റെ മുമ്പ് ഒന്ന് കൺസൾട്ട് ചെയ്ത് അങ്ങനെ പ്രീഡിസ്പോസിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും നമുക്ക് അസുഖം ഉണ്ടോ എന്ന് മനസ്സിലായിട്ട് ഒന്ന് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ നമ്മള് ആരോഗ്യത്തിലും അതുപോലെ തന്നെ വ്യായാമത്തിലും ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ. അതുപോലെ ഈ ചെറിയ ലക്ഷണങ്ങൾ, എന്തെങ്കിലും ശ്വാസതടസ്സം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ക്ഷീണം തോന്നുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിനൊരിക്കലും അവഗണിക്കരുത് എന്നും ഡോക്ടർമാരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. താങ്ക് യു ഡോക്ടേഴ്സ്. വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ച് പ്രധാനമായ അറിവുകൾ നിങ്ങൾക്ക് വേണ്ടി പകർന്ന് തന്നതിന് നന്ദി. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ USBയുടെ വെബിനാർ ഇവിടെ
അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി താങ്ക് യു. താങ്ക് യു.